കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കേളികൊട്ട് തുടങ്ങിക്കഴിഞ്ഞു. തൊട്ടുമുമ്പ് നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ തങ്ങൾ പ്രതീക്ഷിച്ചത്ര വോട്ട് BJPക്ക് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഇടയിൽ നിന്ന്, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ ഇടയിൽ നിന്ന് കിട്ടിയില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. വളരെ കാര്യമായ എഫർട്ടാണ് ഒരു ക്രിസ്ത്യൻ ഔട്ട്റീച്ചിന് വേണ്ടി BJP നടത്തിയത്. പക്ഷേ സ്വന്തം മണ്ണിലേക്ക്, അതായത് BJP ഒരു ഹിന്ദു പാർട്ടി എന്നാണ് പൊതുവെ ആരോപിക്കപ്പെടുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് BJPക്ക് ഹിന്ദുക്കളുടെ കാര്യമായ രീതിയിലുള്ള പിന്തുണ ലഭിച്ചിരുന്നുവോ എന്ന ചോദ്യവും ഉയരുകയാണ്. എവിടെയൊക്കെയാണോ മൈനോറിറ്റി കൂടുതലുള്ളത് ആ സ്ഥലങ്ങളിലൊക്കെ BJPക്ക് വോട്ടിംഗ് ശതമാനത്തിൽ വലിയ കുറവാണ്, അല്ലെങ്കിൽ പ്രാതിനിധ്യം ലഭിച്ചില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. ഹിന്ദു ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾ, ഹിന്ദുക്കൾ സാമാന്യേന കൂടുതലുള്ള സ്ഥലങ്ങളിലാണ് BJPക്ക് സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഹിന്ദുക്കളുടെ ഇടയിൽ എത്രത്തോളം BJPക്ക് പോകാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ അത് വളരെ പരിമിതമാണതാണ്. അതുകൊണ്ട് തന്നെ ഒരു പരിശോധനയ്ക്ക് BJP തയ്യാറാവുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്നൊരു വിഷയം. ഈ വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുന്നത് കേന്ദ്ര സർവകലാശാല മുൻ വൈസ് ചാൻസലറും രാഷ്ട്രീയ നിരീക്ഷകനുമായ ഡോക്ടർ K. ജയപ്രസാദാണ്. ശരിക്കും BJP ഒരു ക്രിസ്ത്യൻ ഔട്ട്റീച്ച് തന്നെ നടത്തി. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ വർഷം കാര്യമായ പദ്ധതികളൊന്നും നടത്തിയില്ല. കഴിഞ്ഞ വർഷം ഒരു പ്രകടമായി തന്നെ ക്രിസ്മസ് സമയത്തൊക്കെ പള്ളികളിലും അതേപോലെയുള്ള ക്രിസ്ത്യൻ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ഒരു ഘോഷയാത്ര നടത്തിയിട്ടുണ്ടായി. പക്ഷേ അതിനനുസരിച്ചുള്ള പ്രതികരണം ലഭിച്ചില്ല എന്നാണ്. ചുരുങ്ങിയ ചില സ്ഥലങ്ങൾ, ഇപ്പോൾ കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ മേഖലകളിൽ കുറച്ച് ലഭിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ എറണാകുളത്ത് മുനമ്പത്ത് ചെറിയ തോതിലൊരു പിന്തുണ ലഭിച്ചു. എന്നാൽ അതേ കേരളാടിസ്ഥാനത്തിൽ BJPക്ക് ഒരു സപ്പോർട്ടും കിട്ടിയില്ല. അതേപോലെ തന്നെ ഒരു സഭാ മേധാവി പരസ്യമായിട്ട്, ഈവൻ ഹിന്ദു ട്രഡീഷനെ വരെ അപമാനിക്കുന്ന രീതിയിൽ വിദേശത്തു നിന്ന് തങ്ങൾ വന്നു എന്ന് പറഞ്ഞു, അതിന് മുമ്പ് വന്ന ആളുകളാണ് ഹിന്ദുക്കൾ എന്ന് വരെ ഒരു മതമേധാവി ആരോപിക്കുകയുണ്ടായി. ഈ ഒരു പരിസ്ഥിതിയിൽ എന്താണ് BJPയുടെ മുമ്പിലൊരു പോംവഴി? ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില്, തദ്ദേശ തെരഞ്ഞെടുപ്പില് BJPയുടെ പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ വോട്ട് കാര്യമായി ലഭിച്ചിട്ടില്ല എന്ന് കാണാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് തൃശ്ശൂർ നിയോജക മണ്ഡലത്തിലെ ക്രിസ്ത്യൻ വോട്ട് ലഭിച്ചിരുന്നു. പക്ഷെ ആ തരത്തിലുള്ള ഒരു പങ്കാളിത്തം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ല. അതേസമയം PC ജോർജിന്റെ പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി ആ ബെൽറ്റിലും മുനമ്പം വാർഡിലും മാത്രമാണ് ക്രിസ്ത്യൻ വോട്ട് കാര്യമായി. പിന്നെ BJP വളരെ ശക്തമായിട്ട് അവരുടെ ഇഷ്യൂവിന് വേണ്ടി, അപ്പൊ അതൊരു ഒരു വാർഡിൽ ഒതുങ്ങുന്നു. അതുപോലെ തന്നെയാണ് PC ജോർജിന്റെ സംഘടന BJPയിൽ ലയിക്കുകയുണ്ടായി. അപ്പൊ അതിന്റെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്റെ കാഴ്ചപ്പാടിൽ ഈ പലപ്പോഴും നമ്മൾ സംഘടനാപരമായ ഐക്യമാണ് നമ്മൾ സമുദായത്തെ പ്രീണിപ്പിക്കുന്നതിനേക്കാളും രാഷ്ട്രീയത്തിൽ ഗുണകരമാകുക. ഉദാഹരണത്തിന് 2004 കേരളത്തിൽ ആദ്യമായിട്ട് ഇടത് വലത് മുന്നണികളെ തോൽപ്പിച്ചുകൊണ്ട് NDA സ്ഥാനാർത്ഥിയായിട്ട് അന്ന് PC തോമസ് മൂവാറ്റുപുഴ ജയിച്ചു, MP ആയി. അന്ന് അതായത് ക്രിസ്ത്യൻസിന് ഡോമിനൻസ് ഉള്ള മൂവാറ്റുപുഴ മണ്ഡലം. ഇപ്പൊ ഇന്ന് മൂവാറ്റുപുഴ മണ്ഡലം നിലവിലില്ല. അപ്പം BJPക്ക് അത്ര ശക്തമായ നിയോജക മണ്ഡലങ്ങളൊന്നും അതിനകത്തില്ല താൻ. ആ കാലഘട്ടത്തിൽ മൂവാറ്റുപുഴയിൽ നിന്ന് ജയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. അപ്പൊ അതായത് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രിസ്ത്യൻ സംഘടനകളുമായിട്ടുള്ള ഐക്യപ്പെടൽ അല്ലെങ്കിൽ അലയൻസ് കൂടുതൽ ഗുണം ചെയ്യും. പക്ഷെ പ്രീണനം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സോകാൾഡ് ഔട്ട്റീച്ച് അത് കാര്യമായി ഗുണം ചെയ്തില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പൊ കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ലഭിച്ച വോട്ടുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ 14.71% വോട്ടാണ് BJPക്ക് ലഭിച്ചത്. അതിലേതാണ്ട് 14.5% അത് ഹിന്ദുക്കളുടെ വോട്ട് എന്നുള്ള തലത്തിൽ വേണം നമ്മൾ ഇതിനെ അവലോകനം ചെയ്യാൻ. അങ്ങനെ വരുമ്പോൾ നമ്മൾ നോക്കേണ്ടത് കേരളത്തിലെ ഹിന്ദു സമൂഹത്തിലേക്ക് BJPക്ക് എത്രമാത്രം കടന്നു ചെല്ലാൻ കഴിഞ്ഞിട്ടുണ്ടെന്നതാണ്. അവിടെയും നമ്മൾ പറയുന്നത് പോലെ അല്ലെങ്കിൽ പ്രതീക്ഷിച്ചതുപോലെ ഹിന്ദു ചില മേഖലകൾ ഒഴിച്ചാൽ, ചില മണ്ഡലങ്ങൾ ഒഴിച്ചാൽ, പൊതുവായി ഞാൻ പറയുന്നത് കേരളത്തിന്റെ പൊതുവായ കാഴ്ചപ്പാടാണ്. പക്ഷെ നമ്മുടെ വിന്നബിലിറ്റി എന്നുള്ള തലത്തിൽ ചില മേഖലകളിൽ വളരെ ഉയർന്ന തലത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഹിന്ദുക്കളുടെ ഇടയിലേക്ക് സാമൂഹികമായി ആ തരത്തിലുള്ള ഔട്ട്റീച്ച് ഉണ്ടായതായി കാണില്ല. കാരണം നമ്മൾ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി, ആ പാർട്ടി ഹിന്ദു പാർട്ടി എന്ന് ആരോപിക്കപ്പെടുകയാണ്. ആ പാർട്ടിക്ക് കേരളത്തിലെ ഹിന്ദുക്കളിലെ
4/1 ആളുകൾ മാത്രമേ BJP പിന്തുണയ്ക്കുന്നുള്ളൂ എന്നുള്ളതല്ലേ സത്യം? അല്ല, അതാണ് ഞാനിപ്പോ നമ്മള് ലോകസഭയുടെ കണക്കിന് കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നമുക്ക് രാഷ്ട്രീയ അവലോകനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം കേരളത്തിൽ എക്കാലത്തും 2004 ഒഴിവാക്കി കഴിഞ്ഞാൽ കോൺഗ്രസിന് അനുകൂലമായ നിലപാട് ദേശീയ രാഷ്ട്രീയമേ നോക്കുന്നില്ല. അത് കോൺഗ്രസ് പരാജയപ്പെട്ട 89 ആണെങ്കിലും 96-ലാണെങ്കിലും 98-ലും ഒക്കെ തന്നെ കോൺഗ്രസിന് 99-ലൊക്കെ കോൺഗ്രസ് അനുകൂല നിലപാടാണ് എടുക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലെ ലോകസഭയെ നമുക്കൊരു അവലോകനത്തിന് ഗുണം ചെയ്യില്ല. പക്ഷേ തദ്ദേശ സ്വയംഭരണവും നിയമസഭയും നമുക്ക് എങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP കിട്ടിയ 17.71% ഹിന്ദുക്കളാണ്. നമ്മളിന്ന് കണക്കാക്കുന്ന ഹിന്ദുക്കളുടേതാണെന്ന് നമ്മൾ കൺവേർട്ട് ചെയ്താൽ അത് നമുക്ക് സംസ്ഥാന തലത്തിലും 14 ജില്ലകളിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്താൽ 14.71% BJPക്ക് ലഭിക്കുന്നത്. അതായത് കേരളത്തിലെ ഹിന്ദു ജനസംഖ്യ എന്ന് പറഞ്ഞാൽ 54.7%. ഒരുപക്ഷെ ഫൈനൽ സെൻസസ് വരുമ്പോൾ വീണ്ടും 2% കുറയാനാണ്. അതെ, എന്നാൽ അങ്ങനെ വരുമ്പോഴത്തേക്കും BJPക്ക് ലഭിച്ചത് 26.89% ഹിന്ദുക്കളുടെ ഇടയിലാണ്. അതെ, BJPയുടെ റീച്ച് ചെന്നത് 26.89% പേരിലാണ്. അതായത് 73.11% ഹിന്ദുക്കളും BJPക്ക് പുറത്താണ്. അതായത് BJPക്ക് എതിരെന്നല്ല ഞാൻ പറയുന്നത്, വോട്ട് ചെയ്തിട്ടില്ല. അതായത് BJPയുടെ എതിർപക്ഷത്ത് വോട്ട് ചെയ്തു. BJPക്ക് വോട്ട് ചെയ്തതിൽ BJPയുടെ എതിർപക്ഷത്ത് വോട്ട് ചെയ്തു. അത് നമ്മൾ ജില്ലാ തലത്തിൽ നോക്കുമ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ മാത്രമാണ് BJPക്ക് സാമാന്യം മെച്ചമായിട്ടുള്ള, അതായത് വിന്നബിലിറ്റി വളരെ ജില്ലാ തലത്തിൽ നമ്മൾ എടുക്കുമ്പോൾ മൊത്തം തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ 2 ലോകസഭാ മണ്ഡലം അടങ്ങുന്ന ഏതാണ്ട് 14 അതോടൊപ്പം തന്നെ 14 നിയോജക മണ്ഡലങ്ങൾ അടങ്ങുന്ന പ്രദേശമാണ്. അവിടെ വരുമ്പോഴത്തേക്കും തിരുവനന്തപുരം ജില്ലയിൽ ഏതാണ്ട് BJPക്ക് ലഭിച്ച വോട്ടെന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ ഭാഗത്ത് BJPക്ക് ലഭിച്ച 25.8% വോട്ടാണ് ലഭിച്ചത് തിരുവനന്തപുരം ജില്ലയിൽ. തിരുവനന്തപുരം നമ്മുടെ കോർപ്പറേഷൻ ഉൾപ്പെടെ നമുക്ക് ലഭിച്ചിരുന്ന തിരുവനന്തപുരം ജില്ലയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ 25.8% വോട്ട് ലഭിച്ചു. അതെ, ടോട്ടൽ ലഭിച്ചു. അത് ഹിന്ദുക്കളിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 38.54% വോട്ടാണ് ഹിന്ദുക്കളുടെ ഇടയിലേക്ക് അതിൽ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകും. 38.54%. ഇല്ല 38.54%. തിരുവനന്തപുരത്ത് ഹിന്ദുക്കളുടെ ശതമാനം എന്ന് പറഞ്ഞാൽ 66.94%. അപ്പൊ ഈ 66.94%-ലെ 25.8% BJPക്ക് ലഭിച്ച വോട്ട്. അതിനെ നമ്മൾ പെർസെന്റേജ് എടുക്കുമ്പോഴത്തേക്കും ഈ വോട്ട് മുഴുവൻ ഹിന്ദുക്കളുടേതാണെന്ന് അസ്യൂം ചെയ്തുകൊണ്ട് എടുക്കുമ്പോഴത്തേക്കും അത് 38.54% ഹിന്ദുക്കളുടെ വോട്ട് തിരുവനന്തപുരം ജില്ലയിൽ BJPക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പം മോശമല്ലാത്തൊരു പ്രകടനം തിരുവനന്തപുരം ജില്ലയിലുണ്ട്. കൊല്ലം ജില്ലയിൽ അത് 19.35% വോട്ടാണ്. പക്ഷേ ഹിന്ദു സമൂഹത്തിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ അത് 30.03% വരും. അതായത് തിരുവനന്തപുരം ജില്ലയിൽ 61.46% ഹിന്ദുക്കള് BJPക്ക് പുറത്താണ്. അതുപോലെ കൊല്ലത്ത് 69.97% പേര് BJPക്ക് പുറത്താണ്, BJPക്ക് എതിർപക്ഷത്താണ് നിന്നത്. പത്തനംതിട്ടയിൽ വരുമ്പോഴത്തേക്കും അത് വോട്ടിന്റെ ശതമാനം 19.41%, ഹിന്ദു കൺവേർഷൻ വരുമ്പോഴത്തേക്കും അത് 34.9%. അപ്പം അവിടെ ഹിന്ദുക്കള് 56.93% പത്തനംതിട്ട ജില്ലയിലുള്ളത്. അതായത് അവിടെ 65.91% അവിടെയും പുറത്താണ്, BJPയുടെ എതിർപക്ഷത്ത് നിൽക്കുന്നു. ആലപ്പുഴ ജില്ലയിൽ വരുമ്പോഴത്തേക്കും 70.31% ഹിന്ദുക്കൾ BJPക്ക് എതിർപക്ഷത്ത് വോട്ട് ചെയ്യുമ്പോൾ BJPക്ക് 29.69%. ഹിന്ദുക്കൾ 1/3. പക്ഷെ അവിടെ BJPക്ക് കിട്ടിയ ആക്ച്വൽ വോട്ട് എന്ന് പറഞ്ഞാൽ 20.38%. അതെ, കോട്ടയത്ത് വരുമ്പോഴത്തേക്കും 68%. അവിടെ ജനസംഖ്യയിൽ 49% ഹിന്ദുക്കളുള്ളത്. ഹിന്ദുക്കളെ ന്യൂനപക്ഷമായ ജില്ലയാണ്. അവിടെ 68% BJPക്ക് പുറത്ത് വോട്ട് ചെയ്തു. അവിടെ 31.9% BJPക്ക് അനുകൂലമായി ചെയ്തു. അപ്പം വോട്ടിംഗ് ശതമാനം 15.89%. ഇടുക്കിയിൽ വരുമ്പോഴത്തേക്കും അത് BJPയുടെ റീച്ച് 22.30%. 10.9% ആക്ച്വൽ വോട്ട്. അത് ഹിന്ദു കൺവെൻഷൻ നടക്കുമ്പോഴത്തേക്കും അതായത് 48.8% ഹിന്ദുക്കളാണ് അവിടെ ഉള്ളത്. അവിടെ 77% ഹിന്ദുക്കളും BJPക്കെതിരെ എതിർപക്ഷത്താണ് നിൽക്കുന്നത്. അതുപോലെ എറണാകുളം ജില്ലയിൽ ഹിന്ദുക്കൾ 45% ഉള്ളത്. 45.9% ഉള്ളത്. അവിടെ BJPക്ക് ലഭിച്ചത് കേവലം 6.1% വോട്ടാണ്. അവിടെ നമ്മളത് ഹിന്ദു കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും 13%. അതായത് 86.94% ഹിന്ദുക്കളും BJPയുടെ എതിർപക്ഷത്താണ് എറണാകുളം ജില്ലയിലുണ്ടായത്. തൃശ്ശൂരിൽ വരുമ്പോഴത്തേക്കും അത് അവിടുത്തെ ജനസംഖ്യയിൽ 58.42%, വോട്ട് 20.29%,
ഹിന്ദു കൺവെൻഷൻ വരുമ്പോഴത്തേക്ക് അത് 34.73%. BJPയുടെ കൂടെയാണ്. അതെ, തിരുവനന്തപുരത്ത് ഉള്ളവർ ആലപ്പുഴയിലും അതുപോലെ തൃശ്ശൂരും ഏതാണ്ട് അത് വന്നിട്ടുണ്ട്. 65.27%. പാലക്കാട് വരുമ്പോഴത്തേക്കും അത് ഹിന്ദുക്കളിലെ 27.12% BJP ലഭിച്ചിട്ടുണ്ട്. 72% ഇത് വരുന്നുണ്ട്. അതെ, മലപ്പുറം ജില്ലയിൽ ഹിന്ദുക്കളുടെ 25% വോട്ട് BJPക്ക് ലഭിച്ചിട്ടുണ്ട്. മൊത്തം കിട്ടിയ വോട്ട് എന്ന് പറഞ്ഞാൽ 6.9%. അപ്പൊ 74% ഹിന്ദുക്കളും BJPക്ക് എതിർപക്ഷത്താണ്. കോഴിക്കോട് വരുമ്പോഴത്തേക്കും അത് 76.81% ഹിന്ദുക്കളും BJPയുടെ എതിർപക്ഷത്ത് വോട്ട് ചെയ്തു. 23.19% ആക്ച്വൽ വോട്ട് എന്ന് പറയുന്നത് 13.04. അത് വയനാട് വരുമ്പോഴത്തേക്കും അത് 70.82% വരെ BJPക്ക് എതിർപക്ഷത്തും 29.28% BJP അനുകൂലമായ നിലപാടും ആക്ച്വൽ വോട്ട് 14.4%. കണ്ണൂരിൽ വരുമ്പോഴത്തേക്കും 20.39% ഹിന്ദുക്കൾ BJPക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അതായത് 60%-തോളം ഹിന്ദുക്കളുണ്ട് അവിടെ. അതിൽ 12.2% വോട്ടാണ് ലഭിച്ചത്. അത് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ 20% കിട്ടും. അപ്പോൾ 79% ജനങ്ങൾ, അതായത് കണ്ണൂരിലെ 80% ജനങ്ങളും BJPയുടെ എതിർപക്ഷത്താണെന്നാണ് ഓർക്കേണ്ടത്. അതുപോലെ കാസർഗോഡ്, അവസാനത്തെ ജില്ല നമ്മൾ കാസർഗോഡ് നോക്കുമ്പോൾ 80% ഹിന്ദുക്കൾ, അതെ 80% ഹിന്ദുക്കളും BJPയുടെ എതിർപക്ഷത്താണ് വോട്ട് ചെയ്തത്. BJPക്ക് എതിരെന്നല്ല ഞാൻ പറഞ്ഞു, BJPയുടെ എതിർപക്ഷത്ത് വോട്ട് ചെയ്തു. അതുപോലെ കാസർഗോഡ് വരുമ്പോഴത്തേക്കും BJPയുടെ റീച്ച് എന്ന് പറയുന്നത് 35.62% ഹിന്ദുക്കളുടെ ഇടയിലാണ്. അവിടെ 64% പേര് പുറത്താണ്. പക്ഷെ 19.89% വോട്ടാണ് ലഭിച്ചത്. അപ്പൊ ഇത് നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ BJPയുടെ ഔട്ട്റീച്ച് ഹിന്ദു സമൂഹത്തിനിടയിൽ ഒരു മൊത്തം നമ്മൾ 14 ജില്ലകളെ അവലോകനം ചെയ്യുമ്പോൾ ഏതാണ്ട് 26-27%. അത് വേണമെങ്കിൽ ലോകസഭയുടെ കണക്ക് ഏതാണ്ട് 30% വരെ പോകാം. പക്ഷെ ആക്ച്വൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നിയമസഭയിൽ വരുമ്പോഴത്തേക്കും അത് താഴേക്ക് വരികയാണ്. ഇതേ സമയം നമ്മൾ എടുത്തു പറയേണ്ടത് 10-35ഓളം മണ്ഡലങ്ങളിൽ BJPയുടെ വിന്നബിലിറ്റി വളരെ ഉയർന്നിട്ടുണ്ട്. നമ്മൾ എടുത്തു പറയേണ്ട ഒരു വസ്തുത അതാണ്. ചില മണ്ഡലങ്ങളിൽ BJPക്ക് വളരെയധികം സാധ്യതയുണ്ട്. ത്രികോണ മത്സരം വരുമ്പോഴത്തേക്കും 38ഓളം. കഴിഞ്ഞ ലോകസഭയുടെ വോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 28 മണ്ഡലങ്ങളിൽ 40,000-നും 60,000-നും ഇടയിൽ വോട്ട് ലഭിച്ചിട്ടുണ്ട്. 18 മണ്ഡലങ്ങളിൽ 30,000-40,000-എതിരെ ഉയർന്ന വോട്ട് ലഭിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് പ്രകടമായിട്ട് കാണാൻ പറ്റുന്നത് BJP ഒരു ക്രിസ്ത്യൻ ഔട്ട്റീച്ച് നടത്തുന്നതിന് പകരം, കാരണം ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പലപ്പോഴും ഇപ്പം ഉദാഹരണത്തിന് എറണാകുളത്ത് ആ പ്രദേശത്ത് ചിലപ്പം അത് സ്വീകാര്യമായി തോന്നാം. അല്ലാത്ത സ്ഥലത്ത് അതൊരു പെരിഫറലായിട്ട് ആത്മാർത്ഥതയോടുകൂടി അല്ലാത്തതാണെന്ന് ചിലപ്പോൾ തോന്നിപ്പോകാം ഈ തരത്തിലുള്ള പരിപാടികൾ. അതേസമയത്ത് ഹിന്ദു സമുദായത്തിലെ എല്ലാ വിഭാഗങ്ങളിലേക്ക് BJPക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞില്ല. കാരണം ഞാൻ ഇതിന്റെ അതിനുള്ള എഫർട്ട് നടത്തുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ എഫർട്ടിനേക്കാൾ റിസൾട്ട് ഗുണമാണ് ഉണ്ടാവുക. നമുക്കത് ജാതിപരമായിട്ടുള്ള കണക്കുകളുണ്ട്. അത് വെച്ചിലൂടെ നമ്മൾ ഇത് അവലോകനം ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ നമുക്ക് ആ തരത്തിൽ കൂടെ അവലോകനം ചെയ്യേണ്ടതാണ്. കാരണം BJPയുടെ ഔട്ട്റീച്ച് അടിസ്ഥാന ജനവിഭാഗങ്ങളിലേക്ക് ഇനിയും ഒരുപാട് കടന്നു ചെല്ലേണ്ടതുണ്ട്. അതിൽ ദക്ഷിണ കേരളത്തിൽ താരതമ്യേന മുന്നോട്ട് വരികയാണ്. വിശേഷിച്ച് നമ്മൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലും ആലപ്പുഴയിലും ഒക്കെ കണ്ട മുന്നേറ്റം പിന്നോക്ക വിഭാഗങ്ങളിലേക്ക് BJP കാര്യമായി കടന്നു വന്നിട്ടുണ്ട്. പക്ഷേ പിന്നോക്ക സമൂഹം കൂടുതലുള്ളത് മലബാർ ജില്ലകളിലാണ്. പക്ഷെ അവിടെ വരുമ്പോൾ BJPക്ക് ആ തരത്തിലുള്ള ഔട്ട്റീച്ച് വന്നിട്ടില്ല. അല്ല, പ്രത്യേകിച്ച് BJPക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിൽ വലിയ പിന്തുണയുണ്ടായി. പ്രത്യേകിച്ച് ഇപ്പം പറഞ്ഞതുപോലെ ആറ്റിങ്ങൽ, ആലപ്പുഴ, അത് തിരിച്ചു പിടിക്കാനായിരിക്കും ഒരുപക്ഷെ വെള്ളാപ്പള്ളിയെ അനുകൂലിച്ചുകൊണ്ടുള്ള CPM-ന്റെ ശ്രമങ്ങളൊക്കെ. തീർച്ചയായിട്ടും വെള്ളാപ്പള്ളിയെ ഒരു ഐക്കണായിട്ട് നിർത്തിക്കൊണ്ട് ഈഴവ സമൂഹം ഞങ്ങളോടൊപ്പമാണ് സിംബോളിക്കലായിട്ട്. എടുത്തു പറയുന്നത് കേരളത്തിലെ ഈഴവരും നായർ സമുദായവും ഒന്നും SNDPയുടെ NSS പറയുമ്പോൾ വോട്ട് ചെയ്യുന്നവരല്ല. പക്ഷേ സിംബോളിക്കലായിട്ട് അദ്ദേഹത്തിന് ലഭിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ അതിൻ്റെതായ ഒരു നേട്ടമുണ്ടാവും. അത് ആ രീതി കണ്ടാൽ മതി. പക്ഷെ BJP ഹിന്ദു സമൂഹത്തിലേക്ക് കടന്നു ചെല്ലാൻ കാര്യമായ ശ്രമം നടത്തേണ്ടതുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ BJPയുടെ ഔട്ട്റീച്ച് ഹിന്ദു സമൂഹത്തിൽ എത്തപ്പെട്ടിട്ടില്ല. കേരളത്തിൽ ഹിന്ദു പാർട്ടി എന്നാണ് ഇത് ബ്രാൻഡ്. അതാണ് BJPയെ സംശയദൃഷ്ടിയോടുകൂടി ന്യൂനപക്ഷങ്ങളെ നോക്കാൻ പലരും പ്രേരിപ്പിക്കുന്നു. അപ്പം ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളാണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും സംശയദൃഷ്ടിയോടൊരു നോക്കുകയും BJP ഒരു ഹിന്ദു പാർട്ടി എന്ന രീതിയിൽ ആക്ഷേപിക്കുകയും ചെയ്തു. ആ സമയത്ത് ഹിന്ദുക്കളെ പരമാവധി വോട്ട് നേടി. തിരുവനന്തപുരം ജില്ലയിൽ മാത്രമാണ് 40% ഹിന്ദുക്കളും, അതായത് ഏതാണ്ട് 40% ഹിന്ദുക്കള് BJPയുടെ റീച്ചിൽ എത്തിയിട്ടുണ്ടെന്നുള്ളത്. അതൊരു പോസിറ്റീവ്.
ഒരു 50% ഹിന്ദുക്കൾ 40-45% ഹിന്ദുക്കളിലെങ്കിലും നമ്മളിപ്പോൾ 14 ജില്ല പറഞ്ഞല്ലോ, ഇതിൽ BJP മിനിമം 40-45% റീച്ചിലേക്ക് വരണം. തിരുവനന്തപുരത്ത് ഇപ്പം 40%-ത്തിനടുത്ത് വന്നിട്ടുണ്ട്. 38.5 45 എത്തുകയാണെങ്കിൽ 40-45 വലിയ മാറ്റം വലിയ മാറ്റം ഉണ്ടാവും തീർച്ചയായിട്ടും.